ഈ ദിവസങ്ങളിലെ മുഴുവനും വാർത്തകൾ ആരൊക്കെയോ അപകടത്തിൽപ്പെട്ടു, അവരെയെല്ലാം എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെ രാജ്യം, നാട് മുഴുവനും അതിൻ്റെ പുറകെയാണ്, മിലിറ്ററി എല്ലാം. എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരോട് അവരുടെ മുമ്പിൽ ആ സുറഫോനിക്ക സ്ത്രീ, വംശജയായ സ്ത്രീ വന്നപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല. യേശു എന്തിനു വന്നു എന്നുള്ളത് യേശുവിനറിയാം. കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കും. എന്നിട്ട് യേശു പല സ്ഥലങ്ങളിലും വെച്ചു അങ്ങനെ കാണാതെ പോയതിനെ കണ്ടുപിടിച്ചു. 32 വർഷമായിട്ട് കുളക്കരെ കിടക്കുന്ന ഒരുത്തനെ തപ്പി അവനെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞു. അവൻ സൗഖ്യമായി. സക്കായി മരത്തിന്റെ മണ്ടയിലിരിക്കുകയാണ്. വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കണം. കാണാതെ പോയതിനെയെല്ലാം, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ എല്ലാറ്റിനെയും കർത്താവ് തിരഞ്ഞ് 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 പിടിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഒരുവനെ, അവനെ ആരും കാണുന്നില്ല, എന്നാൽ യേശു കണ്ടുപിടിച്ചു. അവൻ്റെ അവസ്ഥ, അവൻ്റെ വേദന, അവൻ്റെ ശൂന്യത, അവൻ്റെ സങ്കടം, അവൻ്റെ വള്ളത്തെയും വലയും നിറച്ചു കൊടുത്തു. കാണാതെ പോയതിനെയെല്ലാം കർത്താവ് തിരഞ്ഞ് തിരഞ്ഞെടുത്തു. ഇതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിന് ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളെ കർത്താവ് വളരെയധികം കരുതുന്നു, സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ പദ്ധതിയിലുള്ള വ്യക്തിയാണ്. നിങ്ങളെ രക്ഷിക്കുവാൻ കർത്താവ് തന്നത് ദൈവവചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കാണാതെ പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വചനത്തിലൂടെ കർത്താവിലേക്ക് തിരിഞ്ഞു വരികയാണ്. വചനം ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചത് അതിൻ്റെ കാര്യം സാധിക്കാതെ മടങ്ങി വരില്ലെന്ന് യെശയ്യാവ് 55 നമ്മൾ കാണും. കർത്താവ് അയച്ച വചനം അതിൻ്റെ കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ടേ തിരിച്ചു പോകും. യേശുവിൻ്റെ വചനം ഇന്ന് ഭൂമിയിലുണ്ട്. അത് ഞങ്ങളെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന ആ ബന്ധനത്തിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന് നിങ്ങൾ ഈ വചനത്തിലൂടെ പുറത്തു വരുമെന്ന് ഞാൻ നിങ്ങളോട് യേശുവിൻ നാമത്തിൽ ഉറപ്പ് പറയുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. യേശുവേ എൻ
ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ഞങ്ങൾ അങ്ങേ തേടി വന്നതല്ല, അങ്ങ് ഞങ്ങളെ തേടി വന്നത്. ഒരു നിധി എന്ന വണ്ണം അങ്ങയുടെ എല്ലാം വിറ്റിട്ട് അങ്ങയുടെ മുഴുവൻ മഹത്വവും മാറ്റിവെച്ചിട്ട് ഞങ്ങളെ തേടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനായി നന്ദി കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങ് ചുമക്കുന്നതിനായി നന്ദി. ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ. നന്ദി കർത്താവേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ തുടരുന്നു. അതിൽ 26-ാം വാക്യം ഇങ്ങനെയാണ്: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നു. എന്നിട്ട് യേശു പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. താൽക്കാലികമായ അപ്പം തിന്ന് തൃപ്തരായ നിങ്ങൾ നിലനിൽക്കുന്ന അപ്പം നിങ്ങൾ സ്വന്തമാക്കണം. ആ അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. അത് ഭക്ഷിച്ചാൽ പിന്നീട് നിങ്ങൾക്കൊരിക്കലും വിശക്കുകയില്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് കിട്ടുന്നത് ഒരു 5 അപ്പം വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ ഒരു നേരത്തെ അപ്പത്തിൻ്റെ തൃപ്തിയല്ല, ജീവിതകാലത്തൊരിക്കലും വിശക്കാത്ത നിലയിൽ, ദാഹിക്കാത്ത നിലയിൽ നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണെന്ന് കർത്താവ് പറയുന്നു. 35-ാം വാക്യം: യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. വിശപ്പും ദാഹവും മാറ്റാൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. എന്തുകൊണ്ടാണ് ഈ നാളുകളിൽ ലോകം മുഴുവനും ജനങ്ങൾ വചനം കേൾക്കാൻ പോകുന്നത്? യേശുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ ആത്മീക വിശപ്പും ആത്മീക ദാഹവും കെട്ടടങ്ങും. യേശുവിൻ്റെ അടുക്കൽ ചെല്ലാതെ മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്, അവരുടെ വിശപ്പ് തീരുന്നില്ല, അവരുടെ ദാഹം തീരുന്നില്ല. എന്തോ ഒരു ദാഹം, എന്തോ ഒരു വിശപ്പ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ വിശപ്പും ദാഹം തീർക്കാൻ ചിലര് മദ്യത്തിലേക്ക് പോകും, മയക്കുമരുന്നിലേക്ക് പോകും. മുടിയൻപുത്രൻ തന്നെ തൻ്റെ പണം മുഴുവൻ ഉപയോഗിച്ച് തൻ്റെ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടി തെറ്റായ ജീവിതം നയിച്ചു. ഏറ്റവും ഒടുവിൽ അവനെ മുട്ടുവന്നു. അവൻ വീണ്ടും അപ്പൻ്റെ അടുക്കിലേക്ക് വന്നു. അവൻ ശരിയായ വഴിയിലേക്ക് കടന്നു വന്നു. പണവും ബന്ധങ്ങളും ഇതൊന്നും നമ്മുടെ വിശപ്പ് ദാഹം തീർക്കില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമേ സാക്ഷാൽ സംതൃപ്തി ലഭിക്കൂ. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിടുതലുണ്ട്, ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ എവിടുന്നോ എനിക്കൊരു ഓഡിയോ മെസ്സേജ് ഇട്ടു. പാസ്റ്ററിൻ്റെ ഈ ദിവസങ്ങളിലെ പ്രസംഗങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനകത്ത് മുഴുവനും നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, നമ്മൾ റോയൽ ഫാമിലിയാണ്, നമ്മൾ വളരെയധികം നല്ല നിലവാരത്തിൽ ജീവിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതെല്ലാം ആ സഹോദരി എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഈ അപ്പോസ്തലന്മാരെല്ലാം വളരെ കഷ്ടപ്പെട്ടും ദാരിദ്ര്യത്തിലും അല്ലേ ജീവിച്ചത്. അവരിതൊന്നും ആഗ്രഹിച്ചില്ലല്ലോ. പിന്നെ നമ്മളെങ്ങനെ
ഒരു റോയലായിട്ട് ജീവിക്കും. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ആ സഹോദരിക്ക് വേണ്ടിയ ഇങ്ങനെയുള്ള ചോദ്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. അവരുടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വീടും വസ്തുവും വിറ്റതിൻ്റെ പണം കൊണ്ടുവന്ന് വെച്ചു. അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. അവരുടെ ജീവിതത്തിൽ റോയലായിട്ട് തന്നെയാണ് ദൈവം അവർക്ക് കൊടുത്തത്. എന്നാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണമോ അങ്ങനെ അവർ ഉപയോഗിച്ചു. പൗലോസ് വാടകയ്ക്കെടുത്ത കപ്പലിൽ യാത്ര ചെയ്തെന്നാണ്. ഒരു കപ്പൽ വാടകയ്ക്കെടുക്കാൻ പ്രാപ്തിയുള്ളവനായിരുന്നു അദ്ദേഹം. ഇന്നൊരു വിമാനം വാടകയ്ക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് ദൈവദാസന് കഴിയും? ഒരു വിമാനം വാടകയ്ക്കെടുത്ത് ഇന്ന രാജ്യത്തേക്ക് ഞങ്ങൾ പോയി എന്ന് പറയാൻ പ്രാപ്തിയുള്ളവർ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ 1, 2, 3 ചർച്ച ഉണ്ടാകും. പൗലോസ് അത് ചെയ്തു. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളൊക്കെ ആ കാലത്ത് 1-ാം നൂറ്റാണ്ടിലും വലിയ കാര്യങ്ങൾ ചെയ്തു. ദൈവരാജ്യം വളരണമെങ്കിൽ ദൈവരാജ്യത്തിന് ഒത്തിരി സംവിധാനങ്ങൾ വേണം. ദൈവസഭയ്ക്ക് പണം വേണം. അത് മുഴുവനും ഇന്നുള്ള ദൈവദാസന്മാർക്ക് ആഡംബരങ്ങൾ കാണിക്കാനല്ല, ജീവിക്കാനാണ്. ജീവിക്കാൻ ഉപയോഗിക്കാം. എന്നാൽ ദൈവരാജ്യത്തിൽ നമുക്ക് സമ്പത്ത് വേണം. ആ സിസ്റ്റർ തെറ്റിദ്ധരിച്ചത് ഈ സ്ഥലത്താണ്. ഈ ആഡംബരമായ ജീവിതം, അതിനെ ദൈവം അതിനെ ഞാൻ ചിലർ ആഡംബരമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ദൈവം ഒരാൾക്ക് ഒരു നന്മ കൊടുത്താൽ അതിനെ നമുക്ക് ആഡംബരം എന്ന് പറയാൻ കഴിയില്ല, ദൈവം കൊടുത്തതാണെങ്കിൽ. എന്നാൽ മറ്റുള്ളവരുടെ നന്മകളെല്ലാം ചൂഷണം ചെയ്ത് അതുകൊണ്ട് ആർഭാട ജീവിതം നയിക്കുന്നവരുടെ കാര്യമല്ല, ദൈവത്തിൻ്റെ പേരിൽ പിരിച്ചിട്ട് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നവരുടെ കാര്യവുമല്ല. എന്നാൽ ദൈവം ചിലരെ ചിലത് കൊടുക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അപ്പം അങ്ങനെ ആ ദൈവം ഓരോരുത്തർക്ക് ആയുസ് കൊടുത്ത് ദീർഘായുസ് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ ആയുസ് കൊടുക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ ഇന്നത് ചെയ്യുന്നു. പത്രോസ് ചോദിച്ചു, ഇവൻ്റെ അന്തം എന്താവും യോഹന്നാനെ കുറിച്ച്? ഇവൻ ഞാൻ വരും വരെ ജീവനോടെ ഇരിക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെങ്കിൽ നിനക്കെന്താണ്? നീ നിൻ്റെ കാര്യം ചെയ്യും. അത്രയേ ഉള്ളൂ. നാം മറ്റുള്ളവരെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. ചിലർക്ക് ദൈവം വിമാനം കൊടുത്തെന്നിരിക്കും, ചിലർക്ക് ദൈവം വലിയ വീട് കൊടുത്തെന്നിരിക്കും, സൗകര്യമുള്ള വാഹനം കൊടുത്തെന്നിരിക്കും, ചിലർക്ക് ദൈവം 10,000 ഏക്കർ കൊടുത്തെന്നിരിക്കും. 30,000 ഏക്കർ ലഭിച്ച ഒരു ദൈവദാസൻ്റെ ചർച്ച ഞാൻ പോയി കണ്ടു. ആ ചർച്ച് 30,000 ഏക്കറിലായിരിക്കുന്നത്. എന്നാൽ അത് കൊടുത്തത് കൊണ്ട് അവിടെ 85 ലക്ഷം പേര് കടന്നു വരുന്നു നൈജീരിയയിൽ. അപ്പോൾ അവിടെ ഓയിഡിപ്പോ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ 1.25 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ഒരു ചർച്ച് പണിയുന്നു. അത് 1 വർഷം കൊണ്ട് തീരും. അതിനകത്ത് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലാണ് അതിൻ്റെ ഓരോ സംവിധാനങ്ങൾ. നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. അതിനകത്ത് 3000 വാഷ്റൂം തന്നെയുണ്ട്, ടോയ്ലറ്റുകൾ തന്നെ 3000 ഉണ്ട്. ദൈവം ഓരോ കാര്യം ചെയ്യുന്നത് നമ്മുടെ ചിന്തക്കപ്പുറമാണ്. ഈ ദേവദാസന്മാർക്കൊക്കെ ദൈവം 3000-4000 ഏക്കർ സ്ഥലം കൊടുത്തു, സ്വന്തം വിമാനം കൊടുത്തു എന്ന് കരുതി ഇവർ ആർഭാടത്തിലല്ല. ഇതെല്ലാം അന്ത്യകാലത്ത് സുവിശേഷത്തിന് പ്രയോജനപ്പെടുത്തുകയാണ്. എന്നാൽ തെറ്റായി ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. യേശു വന്നത് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവനെ മറ്റുള്ളവർക്ക് കൈമാറാനാണ് നമ്മെ ഏൽപ്പിച്ചത്. അതായത് സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തണം. ജനങ്ങൾക്ക് കർത്താവിൽ നിന്ന് വിശപ്പും ദാഹവും തീരണം. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എത്ര രൂപ ചെലവഴിക്കുന്നു അതാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള ലാഭം. ഈ ഭൂമിയെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചിലരെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് മനോഭാവം? നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് നാം ദൈവത്തെയാണോ കൂടുതൽ പ്രസാദിപ്പിക്കുന്നതല്ല, നാം നമ്മെ തന്നെയാണോ കൂടുതൽ പോഷിപ്പിക്കുന്നത്?
അതിനെ വിവേചിച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടിയാലും, ഇവിടെ പ്രൈസ് ജനറേഷൻ ചർച്ചിന് എന്ത് കിട്ടിയാലും അത് മുഴുവനും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ചർച്ച. അതുകൊണ്ട് അത് എത്ര കിട്ടിയാലും, ഇനി നാളെ കർത്താവ് വിമാനം തന്നാൽ വിമാനം യേശുവിന് വേണ്ടി ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. എന്ത് കിട്ടിയാലും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. ആ ആറ്റിറ്റ്യൂഡിൽ, ആ ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഒരിക്കലും ഒരു ദ്രവ്യാഗ്രഹത്തിൽ പെട്ട് നശിക്കാൻ കഴിയില്ല. അപ്പോസ്തലന്മാരെ ദൈവം വിളിച്ചത് ആ കാലത്ത് അവരെ രക്തസാക്ഷികളാകാൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ അതായിരുന്നു. എന്നാൽ ദൈവം വിളിച്ച എല്ലാവരെയും രക്തസാക്ഷികളാകാനല്ല വിളിച്ചത്. പൗലോസിന് ദൈവം വിളിച്ചത് വിവാഹം കഴിക്കാതെ ജീവിക്കാനാണ്. അതിനുള്ള വരം ദൈവം കൊടുത്തു. എന്നാൽ എല്ലാവരും വിവാഹം കഴിക്കാതെ ജീവിച്ചിരുന്നെങ്കിലോ ഇന്ന് ദൈവസഭകളുണ്ടാകും, ദൈവസഭകൾക്ക് നിലനിൽപ്പുണ്ടാകും. അപ്പോൾ നാം ദൈവം എന്തിനു വിളിച്ചു അത് ചെയ്താൽ മതി. ഓരോരുത്തർക്കും വിളി വ്യത്യാസമുണ്ട്. ഓരോരുത്തൻ വിളിച്ചതുപോലെയാകട്ടെ. അപ്പോസ്തലന്മാരെ ആ 1-ാം നൂറ്റാണ്ടിൽ എന്തിനാക്കി അതവർ വിശ്വസ്തയോടെ ചെയ്തു. ഈ കാലത്ത് ഓരോരുത്തരെ, ഇതെന്നോട് ചോദിച്ച സിസ്റ്റർ, എന്നെ ദൈവം എന്തിനു വിളിച്ചു, ആ കാര്യം ചെയ്താൽ മതി. കർത്താവ് അത് നമ്മളോട് സംസാരിക്കും. എല്ലാവരും ഒരേ പാറ്റേണിലല്ല. ദൈവം ചിലരെ കഷ്ടം സഹിക്കാൻ മാത്രം വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കാതെ കഷ്ടം സഹിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഹന്ന എന്ന ഒരു പ്രവാചിയെ പോലെ, പൗലോസിനെ പോലെ കഴിച്ചു കൂട്ടാറുണ്ട്. ഓരോരുത്തരും വിളിച്ചതുപോലെയാകണം. ഏതായാലും സമ്പന്നമായിട്ട് ജീവിച്ച് കർത്താവിനെ സേവിക്കുന്നവരും കഷ്ടതയിലൂടെ കർത്താവിനെ സേവിക്കുന്നവരും എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. ദൈവത്തിന് ഓരോരുത്തരുടെ പ്രാപ്തിക്കൊത്തവണ്ണമേ ദൈവം കാര്യങ്ങൾ കൊടുക്കും. ചിലർക്ക് കഷ്ടങ്ങൾ സഹിച്ചാൽ നിലനിൽക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവരെ ആ നിലയിലേക്ക് ദൈവം അനുവദിക്കില്ല. എല്ലാവരും എല്ലായിടത്തും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടണം. എന്നാൽ ചിലരുടെ പ്രാപ്തി ദൈവത്തിന് അറിയാം. പൗലോസിന്റെ പ്രാപ്തി ദൈവത്തിന് അറിയാം. പത്രോസിന്റെ പ്രാപ്തി അറിയാം. ഇവരുടെ എല്ലാം ബലഹീനതകളും ശക്തിയും കർത്താവിന് അറിയാം. കർത്താവിനെ എല്ലാം അറിയാവുന്നത് കൊണ്ട് നാം കർത്താവിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി അത്വണ്ണം ദൈവം അത് കൊടുക്കും. അതിനെ നമുക്കാർക്കും ഒന്നും തെറ്റായി വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. ഒരു ദൈവദാസൻ എന്ത് കൊടുത്താലും, ഒരു ദൈവദാസിക്ക് എന്ത് കൊടുത്താലും, ഈ കാലഘട്ടത്തിലുള്ള ദൈവദാസന്മാരെ എന്ത് ചെയ്താലും അത് കർത്താവ് കൊടുത്തതായിട്ട് കാണുക. അതിനെ വിമർശനാത്മകമായി ഒരിക്കലും നമുക്ക് കാണണ്ട. എല്ലാവരെയും ദൈവം വിളിച്ചത് അഭിവൃദ്ധിപ്പെടാനാണ്, രാജകീയമായിട്ട് ജീവിക്കാനാണ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, യേശുവിനെ പോലെ ജീവിക്കുക. നമുക്ക് ദൈവം അങ്ങനെ കൃപ തന്നിട്ടുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാം. എന്നാൽ അതിനുള്ള ഒരു വിളിയല്ലെങ്കിൽ നമ്മളതിൽ പോകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരേ വിളിയല്ല, എല്ലാവരും ഒരേ രീതിയല്ല, എല്ലാവരെയും ഒരച്ചിൽ വാർത്തതല്ല. ഓരോരുത്തരെയും വ്യത്യസ്തമായി, ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉള്ളതുപോലെ എന്ന് വായിക്കുന്ന പോലെ എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരുടെയും പ്രവർത്തികൾ വ്യത്യാസമാണ്, എല്ലാവരുടെയും ശുശ്രൂഷകൾ വ്യത്യാസമാണ്. ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയല്ല സുവിശേഷകൻ്റെ. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ വേറെയാ. അപ്പം ഈ അന്ത്യകാലത്ത് ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ ചെയ്തത് തന്നെയല്ല ചെയ്യുന്നത്. അന്ത്യകാലത്ത് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനിനെ നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നവരുടെ വിശപ്പും ദാഹവും മാറിയിരിക്കും. അത് സാമ്പത്തികമായിട്ട് ഒരു വലിയ ആവശ്യത്തിന് നടുവിലാണോ, അത് കർത്താവ് ചെയ്യും. ശാരീരിക സൗഖ്യം അത് കർത്താവ് തന്നിരിക്കും. സാമ്പത്തിക വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ ഭാവി, എല്ലാറ്റിൻ്റെ മേലും കർത്താവ് വിടുതൽ തരും. കർത്താവിന് ഒന്നും അസാധ്യമല്ല. കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. യേശുവിൻ്റെ കൂടെ ഇരുന്നാൽ മതി. ഏറ്റവും വിലയേറിയതുണ്ടെങ്കിലേ ഏറ്റവും വിലയേറിയത് പൊട്ടിച്ചൊഴിക്കാൻ കഴിയും. എല്ലാവരും ഏറ്റവും വിലയേറിയത് പൊട്ടിച്ചൊഴിക്കണമെന്നില്ല. മാർത്തയ്ക്കും മറിയയ്ക്കും വിലയേറിയ പരിമള തൈലം ഉണ്ടായിരുന്നു. എന്നാൽ മാർത്ത അത് പൊട്ടിച്ചൊഴിച്ചില്ല.
എന്നാൽ മറിയ അത് പൊട്ടിച്ചൊഴിച്ചു. ചിലർക്കും എല്ലാവർക്കും ദൈവം വിലയേറിയത് അനുവദിക്കും, എന്നാൽ ചിലർ അത്രയും ചെലവ് ചെയ്യണമെന്നില്ല. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുമോ അവൾ ചെയ്തതും, മാർത്ത ചെയ്തതിനെ കുറിച്ച് പറയുന്നില്ല, മറിയ ചെയ്തത്. നമുക്ക് ദൈവം എന്ത് തന്നാലും അത് ദൈവത്തിന് വേണ്ടി ചെലവിടുമ്പോഴാണ് അവിടെ ദൈവത്തിന് മഹത്വം. നമുക്ക് കിട്ടുന്നത് തന്നെ എല്ലാം കൊണ്ടും. യേശുവിൻ്റെ കൂടെ അനുഗമിച്ച സ്ത്രീകൾ തങ്ങളുടെ വസ്തുവക കൊണ്ട് അവനെ ശുശ്രൂഷിച്ചു, അനുഗമിച്ചു എന്ന് നമ്മൾ വായിക്കും. വസ്തുവക കൊണ്ട്. അന്ന് സ്ത്രീകൾ അവർക്ക് സമ്പത്ത് കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചു. വലിയ സമ്പത്തുണ്ടെങ്കിൽ കൂടുതൽ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഓരോരുത്തർ വിളിച്ച അവസ്ഥയിൽ തുടരാം. എല്ലാവർക്കും വിശപ്പും ദാഹവും കർത്താവ് മാറ്റിയിരിക്കും. നമുക്ക് കർത്താവിൽ മാത്രം ആശ്രയിക്കാം. ഒന്ന്, തെറ്റായി ഒന്നും നമ്മൾ വ്യാഖ്യാനിക്കരുത്. നമ്മെ ഈ കാലത്ത് ദൈവം അനുഗ്രഹിക്കപ്പെടാൻ തന്നെ വിളിച്ചതാണ്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. 1 പത്രോസ് 3:9 ഞാൻ ഈ പറഞ്ഞത്. 3 യോഹന്നാൻ 2 പറയുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കും. ഇത് രണ്ടും പറഞ്ഞത് അപ്പോസ്തലന്മാര്, പത്രോസും യോഹന്നാനും പറഞ്ഞ വാക്ക്. രണ്ടുപേരും പറഞ്ഞ വാക്ക്. നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാൻ. ഏതെല്ലാം? ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും, മാനസിക അനുഗ്രഹങ്ങൾ, ശാരീരിക അനുഗ്രഹങ്ങൾ, സൗഖ്യം, സമാധാനം, സമ്പത്ത്, എല്ലാം ദൈവം യേശു ക്രിസ്തു അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടത്. നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി. അതിൻ്റെ അർത്ഥം യേശു ഈ ഭൂമിയിൽ ദരിദ്രനായത് നമ്മൾ സമ്പന്നനാകാനും. യേശു എന്തിലാണ് ദരിദ്രനായത്? ആത്മീകത്തിലല്ല, ഭൗതികത്തിലാണ്. അത് നമ്മൾ ഭൗതികത്തിൽ സമ്പന്നനാകാനാണ് എന്ന് ദൈവവചനത്തിൽ നിന്ന് വെളിപ്പാടുള്ളവർക്ക് മനസ്സിലാകും. അതിനെ സ്വീകരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ദൈവവചനം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം കൃപയുണ്ടാകട്ടെ. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. സാമ്പത്തികമായി ഇവർക്ക് ഉയർച്ചകൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ. എന്ത് ലഭിച്ചാലും, ഭവനം ലഭിച്ചാലും, വാഹനം ലഭിച്ചാലും, എത്ര സമ്പത്ത് ലഭിച്ചാലും എല്ലാം കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലും ഇന്ന് ഇത് കേൾക്കുന്ന ആർക്കൊക്കെ വേണമോ അവരുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം, വിടുതൽ കൽപ്പിച്ചാകും. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരാളും വിശന്ന് ദാഹിച്ചിരിക്കില്ല. അവർക്ക് തൃപ്തി ലഭിക്കും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ സ്വസ്ഥമാകും, സംതൃപ്തരാകും. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിലേക്ക് തിരിയട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് വായിക്കും. അതുപോലൊരു ഭാവി നമുക്കുണ്ട്, യേശുവിലുണ്ട്. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.